ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാസ് സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് PSC, UPSC പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം. ഇനി വാല്യൂന്റെ കാര്യത്തിൽ നോ ടെൻഷൻ. ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല. സോ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യൂ. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. ഹലോ എവ്രിവൺ, എല്ലാവർക്കും ബാസ് ഓൺലൈൻ ഡിഗ്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇഗ്നു യൂണിവേഴ്സിറ്റിയിൽ പുതുതായിട്ട് അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ട് നമ്മളൊരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് ചോദിച്ചിട്ടുള്ള ഡൗട്ടായിരുന്നു ID കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയുമോ എന്നുള്ളത്. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ID കാർഡിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. ഇഗ്നു യൂണിവേഴ്സിറ്റിയിൽ BA, BCom, BSW, BBA പോലെയുള്ള കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റുകൾ കൺഫേം ചെയ്തോളും. നമ്മൾ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ID കാർഡ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് തരുന്ന ഒരു ID പ്രൂഫാണ്. അതായത് നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ ഒരു സ്റ്റുഡൻ്റ് ആയി എന്നതിനുള്ള ഒരു ID പ്രൂഫാണ് ഈ ഒരു ID കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ID കാർഡ് എന്ന് പറയുന്നത് നിങ്ങൾ ഇഗ്നു യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻ്റ് ആണെന്ന് തെളിയിക്കുന്നതിനുള്ള ഒരു പ്രൂഫാണ്. അപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു 1 മന്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമെയിലിലേക്ക് യൂണിവേഴ്സിറ്റി ഒരു കൺഫർമേഷൻ മെയിൽ അയക്കും. അപ്പോൾ ഈ ഒരു മെയിലിൽ നിങ്ങളുടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഏതൊക്കെ പേപ്പേഴ്സ് ആണ് പഠിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു മെയിലിൻ്റെ ഏറ്റവും എൻഡിലായിട്ടായിരിക്കും യൂണിവേഴ്സിറ്റി ഒരു ID കാർഡ് നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്ത് തരുന്നത്. അപ്പോൾ ഈ ഒരു ID കാർഡ് ഒരു പാസ്വേഡ് വെച്ചിട്ട് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ID കാർഡ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു പാസ്വേഡിൻ്റെ സ്ഥാനത്ത് നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു ID കാർഡ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോൾ എല്ലാ സ്റ്റുഡൻസും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇഗ്നു യൂണിവേഴ്സിറ്റിയുടെ എല്ലാ പ്രൊസീജിയേഴ്സിനും, അതായത് എക്സാം, അസൈൻമെന്റ് പോലെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഈ ഒരു ID കാർഡ് അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ID കാർഡ് മിസ്സാവാണ്ട് നിങ്ങൾ എപ്പോഴും അത് സൂക്ഷിച്ചു വെക്കണം. അപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ID കാർഡ് നിങ്ങൾക്ക് മിസ്സായി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഇമെയിൽ അവിടെ തന്നെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു ID കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റുഡൻറ് പോർട്ടലിൽ കയറിയിട്ട് നിങ്ങളുടെ ID കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഓരോ സ്റ്റുഡൻറ്റിനും കിട്ടുന്ന ID കാർഡിൽ നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ, പ്രോഗ്രാം ഡീറ്റെയിൽസ്, റീജിയണൽ സെന്ററിന്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ സ്റ്റുഡൻറ് ഡീറ്റെയിൽസ്, ഇത്രയും കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ID കാർഡിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് ഒന്നും ടെൻഷൻ ആവണ്ട, നിങ്ങളുടെ ID കാർഡ് നമ്മൾ ഗൈഡ്സ് നിങ്ങൾക്ക് അയച്ചു തരുന്ന കൂട്ടത്തിൽ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ID കാർഡുമായി ബന്ധപ്പെട്ടിട്ട് ഓരോ സ്റ്റുഡൻസും അറിഞ്ഞിരിക്കേണ്ടത് ഇത്രത്തോളം കാര്യങ്ങളാണ്. അപ്പോൾ ഇനിയും എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമന്റ് സെക്ഷനിൽ കമന്റ് ആയിട്ട് അറിയിച്ചാൽ മതി. നമ്മൾ അതിനുള്ള റിപ്ലൈ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എനിവേ, താങ്ക് യു.